ശാപവാക്കുകൾ, ആക്ഷേപസ്വരങ്ങൾ വരുന്ന ജീവിതത്തിൽ നിരന്തരം പുലർത്തുന്നവർ, അവർക്ക് നേരിടേണ്ടി വരുന്ന ധാരാളം പ്രശ്നങ്ങൾ ഹദീസിലും ഖുർആനിലൊക്കെ ഉദ്ധരിക്കപ്പെട്ട് നമുക്ക് കാണാൻ കഴിയും. അതിൽ നിന്നൊരു 10 പോയിന്റ് ഞാൻ ഇങ്ങനെ ഓടിച്ചു പറയാണ്. അതിലൊന്ന് അള്ളാഹുവിന് കോപമാണ് എന്നാണ്. ഇന്ന അബഗളന്നാസി, അള്ളാഹുവിന് ഏറ്റവും കോപമുള്ളത്, ജനങ്ങളിൽ അള്ളാഹുവിന് ഏറ്റവും കോപമുള്ളത് ലഅാനൻ വ തആനൻ എന്നാണ്. ലഅാനൻ ആക്ഷേപിച്ചു പറയുന്നവനെയാണ്, ശപിച്ചു പറയുന്നവനെയാണ്. വ തആനൻ കുത്തിപ്പറയുന്നവനെയാണ്. കുത്തിപ്പറയുന്നവനെയും ആക്ഷേപിച്ചു പറയുന്നവനെയും അള്ളാഹുവിന് ഏറ്റവും കോപമാണ് എന്നാണ്. മാത്രമല്ല, രണ്ടാമത്തെ കാര്യം, ഈ വിശ്വാസിയെ സംബന്ധിച്ച് ശാപവാക്കുകൾ ഉച്ചരിക്കുക എന്ന് പറയുന്നത് അതവനെ കൊല്ലുന്നത് പോലെയാണ്. ലഅ്നുൽ മുഅ്മിൻ കഖത്ലിഹി, വിശ്വാസിയെ ക്ഷമിക്കുക എന്ന് പറയുന്നത് അവനെ കൊല്ലുന്നതിന് തുല്യമാണെന്ന് നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിച്ചു. അപ്പോൾ വാളെടുത്ത് വയറ്റത്ത് കയറ്റൽ മാത്രമല്ല, കടുത്ത വാക്കുകളും ആക്ഷേപങ്ങളും ശാപവാക്കുകളും വിമർശനങ്ങളും പറയുന്നതും ഇസ്ലാം വളരെ ഗൗരവത്തോടു കൂടെ തന്നെ കണ്ടിട്ടുണ്ട്. മാത്രല്ല, പരലോകത്ത് അവർക്കൊരിക്കലും ശുപാർശകരാവാൻ കഴിയുകയില്ല എന്നാണ്. നാളെ പരലോകത്ത് ശാപവാക്കുകൾ നിരന്തരം ഉച്ചരിക്കുന്നവർ ഒരിക്കലും ഒരു വിഷയത്തിലും ഒരാൾക്കും എന്ത് ചെയ്യുന്നില്ല, ശുപാർശകനാകുന്നില്ല. അവൻ നാളെ സാക്ഷിയുമാകുന്നില്ല, ഒരാൾക്കും സാക്ഷിയുമാകുന്നില്ല എന്ന് നബി കരീം സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നമ്മളെ പ്രത്യേകം പഠിപ്പിച്ചത് നമുക്ക് കാണാൻ കഴിയും. ഇനി നാലാമത്തെ കാര്യം, വൻപാപം പോലെ കണ്ടു എന്നുള്ളതാണ്. വൻപാപം പോലെ കണ്ടു, അല്ലെ? വൻപാപങ്ങൾ, സബുൽ മൂബിഖാത്ത് എന്നൊക്കെ നമ്മൾ പറയാറുണ്ട്. 7 വൻപാപങ്ങൾ. 7 വൻപാപങ്ങൾക്ക് പുറമെ പ്രത്യേകം എടുത്തു പറഞ്ഞ വേറെയും കാര്യങ്ങളുണ്ട്. അപ്പോ നാവുകൊണ്ട് പറയുന്ന ഒരു വാക്കിനെ ഇത്ര ഗൗരവത്തോടെയാണ് ഇസ്ലാം കാണുന്നത് എന്ന് വരുമ്പോഴാണ് നമ്മുടെ സംസാര രീതികളിൽ വരേണ്ട അടിമുടിയുള്ള മാറ്റത്തെക്കുറിച്ച് നമുക്ക് വലിയ ബോധ്യമുണ്ടാകേണ്ടത്. സൽമത്ത് ബിൻ അഖ്വ റളിയല്ലാഹു അൻഹു പറയാണ്, കുന്ന ഇദാ റഅയ്ന അർ-റജുല യൽഅനു അഖാഹു റഅയ്ന അന്നഹു ഖദ് അതാ ബാബൻ മിനൽ കബായിർ. സൽമത്ത് ബിൻ അഖ്വ റളിയല്ലാഹു അൻഹുവിന്റെ വാചകം എന്താണ്? കുന്ന ഇദാ റഅയ്ന അർ-റജുല, ഞങ്ങൾ ഒരാളെ കണ്ടാൽ, യൽഅനു അഖാഹു, അയാൾ തന്റെ സഹോദരനെ ഇങ്ങനെ ശപിച്ച് സംസാരിക്കുന്നു. നീ ശരിയാകൂല, നീ നന്നാകൂല, നീ വല്ലാത്തൊരാളാണ്, നീ എന്തു പണിയാണ് ഈ കാണിച്ചത്, ഇങ്ങനെ അല്ലെങ്കിൽ നീ ഒരു കാലത്തും ഗുണം പിടിക്കൂല, ഇങ്ങനത്തെ വാക്കുകൾ ഒരാളെ പറ്റി പറയുന്നത് കേട്ടാൽ ഞങ്ങൾ എന്ത് ചെയ്തിരുന്നു? റഅയ്ന അന്നഹു ഖദ് അതാ ബാബൻ മിനൽ കബായിർ, അവൻ വൻപാപങ്ങളിൽപ്പെട്ട ഒരു പാപമാണ് ചെയ്തത് എന്ന് ഞങ്ങൾ പരിഗണിച്ചിരുന്നു. വൻപാപത്തിന്റെ പ്രത്യേകത എന്താണ്? വൻപാപങ്ങൾ ഇസ്തിഗ്ഫാറിലൂടെയാണ് പടച്ചവൻ പുറത്തു കൊടുക്കുക. നമ്മൾ ചെയ്യണ അല്ലാത്ത തെറ്റുകളൊക്കെ മറ്റു നന്മകൾ കൊണ്ട്, ഇന്നൽ ഹസനാത്ത് തുദ്ഹിബിന സയ്യിആത്ത്, നന്മകൾ തിന്മകളെ മായ്ച്ചു കളയുന്നതാണ് എന്ന് നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിച്ചു. സദഖ തിന്മയെ മായ്ച്ചു കളയുന്നതാണ്. വേറൊരാൾക്ക് നമ്മൾ അഫു കൊടുക്കുന്നത് നമ്മുടെ പാപങ്ങൾ മായ്ച്ചു കളയുന്നതാണ്. പക്ഷെ അതിൽ എന്ത് പെടൂല? വൻപാപങ്ങൾ പെടൂല. ഒരാളെ കൊണ്ട് സിഹിർ ചെയ്യിച്ചു, ഒരാളെ കൊണ്ട് സിഹിർ ചെയ്യിച്ചു, ഒരാള് അമിത വേഗതയിൽ വണ്ടി ഓടിച്ച് വണ്ടി തട്ടി ഒരാൾ മരിച്ചു. കത്തിയോണ്ടെടുത്ത് കുത്തണ മാത്രമൊന്നുമല്ല, അങ്ങനത്തെ ഒരു പിഴവ് ഒരാളെടുത്ത് സംഭവിച്ചു. ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ പ്രത്യേകം ഇസ്തിഗ്ഫാർ ചെയ്യേണ്ടതാണ്. ഒരാൾ ശിർക്ക് ചെയ്തൊരു വ്യക്തി പ്രത്യേകം ഇസ്തിഗ്ഫാർ ചെയ്താലേ അത് അള്ളാഹു പുറത്തു കൊടുക്കുകയുള്ളൂ, അല്ലെ? നമുക്ക് കാണാം, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളും അബൂദർ അൽ-ഗിഫാരി റളിയല്ലാഹു അൻഹു തമ്മിലുള്ള സംഭാഷണമുണ്ട്. നമ്മളേറെ ചിന്തിപ്പിക്കേണ്ട ഒരു സംഭാഷണമാണ്. ഒരു രാത്രി പ്രവാചകൻ ഇങ്ങനെ തനിച്ചു പോവുകയാണ്. ഒരു ചന്ദ്രോദയ രാത്രി പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഇങ്ങനെ തനിച്ചു പോവുകയാണ്. എന്താ, ചന്ദ്രോദയ രാത്രിയിൽ പലപ്പോഴും പ്രവാചകൻ ഇങ്ങനെ ഒറ്റക്ക് നടന്നിട്ടുണ്ട്. അപ്പോ മഹാനായ അബൂദർ അൽ-ഗിഫാരി ഇത് കണ്ടപ്പോ പ്രവാചകൻ അറിയാതെ പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അദ്ദേഹം പിന്തുടർന്നു. കുറച്ചു കഴിഞ്ഞപ്പോ അബൂദർ അൽ-ഗിഫാരിയുടെ കാലടി ശബ്ദം പ്രവാചകൻ കേട്ടു, കാൽപ്പാടുകളുടെ ശബ്ദം കേട്ടു. റസൂലുള്ളാഹി തിരിഞ്ഞു നിന്നിട്ട് ചോദിച്ചു, ആരാണത്? മക്കയിലെ മദീനയിലെ ഏറ്റവും ധീരൻ പ്രവാചകനായിരുന്നു. ചരിത്രത്തിൽ നമുക്ക് കാണാൻ പറ്റും പ്രവാചകന്റെ ധൈര്യത്തിന്റെ ഉദാഹരണങ്ങൾ. അതുകൊണ്ടാണ് ഈ രാത്രിയിൽ ഇറങ്ങി നടക്കുന്നത്.
ശരി. അപ്പൊ അദ്ദേഹം പറഞ്ഞു അബൂദറാണ് നബി എന്ന് പറഞ്ഞപ്പോൾ പ്രവാചകൻ കൂടെ കൂട്ടി. അവർ കുറച്ചും കൂടി ദൂരം നടന്നു. ഒരു കുന്നിന്റെ അവിടെ എത്തിയപ്പോ അബൂദർ അൽ ഗഫാരിനെ അവിടെ നിർത്തി ഇരിക്കാൻ പറഞ്ഞു. പ്രവാചകൻ ആ കുന്നിൻ പുറത്തേക്ക് ആ പാറയുടെ ബാക്കിലേക്ക് പോയി. അവിടെ നിന്ന് ഇങ്ങോട്ട് തിരിച്ചു വരുമ്പോ പ്രവാചകൻ 3 വാക്കുകൾ ഇങ്ങനെ ഉച്ചരിക്കുന്നുണ്ടായിരുന്നു. എന്നതിന്റെ അർത്ഥം വൈൻസന വ്യഭിചരിച്ചാലും, വൈൻ സറക്ക മോഷ്ടിച്ചാലും, വൈൻ ശരിബൽ ഖംറ മദ്യപിച്ചാലും. മോഷ്ടിച്ചാലും വ്യഭിചരിച്ചാലും മദ്യപിച്ചാലും എന്ന് ആവർത്തിച്ച് ഇങ്ങനെ പറയണം. അവർ റസൂലുള്ളാഹിയോട് അബൂദർ അൽ ഗഫാരി ചോദിച്ചു, ഇതെന്താ നബിയെ നിങ്ങൾ ഇങ്ങനെ ഈ വാക്കെന്നെ ആവർത്തിച്ച് പറയാൻ കാരണം? നിങ്ങൾ ആരോടോ അവിടുന്ന് സംസാരിക്കുന്നത് ഞാൻ കേട്ടല്ലോ. അത് ജിബ്രീൽ അലൈഹിസ്സലാമാണ്. അദ്ദേഹം എൻ്റെ അടുത്ത് ഈ സമയത്ത് വന്നു, ഈ രാത്രിയിൽ വന്നു. എന്നിട്ട് എന്നോട് പറഞ്ഞു, നിങ്ങളുടെ ഉമ്മത്തിന്റെ പാപങ്ങൾ അല്ലാഹു പുറത്തു കൊടുക്കും, പാപങ്ങൾ റബ്ബ് പുറത്തു കൊടുക്കും. വ്യഭിചാരവും മോഷണവും മദ്യപാനവും അടക്കം പുറത്തു കൊടുക്കും. പക്ഷേ ഒരാൾ അള്ളാഹുവിൽ പങ്കു ചേർത്താലോ അള്ളാഹു അത് അവൻ പ്രത്യേകം ഇസ്തിഗ്ഫാർ ചെയ്താലല്ല അത് പുറത്തു കൊടുക്കുകയില്ല. അപ്പൊ ഇങ്ങനെ പ്രത്യേകം ഇസ്തിഗ്ഫാറിലൂടെ പുറത്തു കിട്ടുന്ന കാര്യങ്ങളുണ്ട്. ഈ പറഞ്ഞ ഹദീസ് ഉദ്ധരിക്കുമ്പോൾ ഒന്നുകൂടി ഇതിന്റെ അനുബന്ധം പറയണം. ഇതൊക്കെ ചെറിയ തെറ്റുകളാണോ? നോക്കൂ, നിങ്ങൾ ഈ 3 തെറ്റിനും ഭൂമിയിൽ നിന്ന് തന്നെ ശിക്ഷയുണ്ട് തെളിയിക്കപ്പെട്ടാൽ. ഒരാള് മോഷ്ടിച്ചാൽ മോഷ്ടിച്ചവന്റെ കൈവെട്ടും. ഒരാൾ മദ്യപിച്ചാൽ അയാളെ 80 ചാട്ടവാറടികൾക്ക് വിധേയമാക്കും തെളിഞ്ഞാൽ, അല്ലേ? ഒരാള് വ്യഭിചരിച്ചാൽ വിവാഹിതൻ കൂടിയാണെങ്കിൽ അയാളെ സമൂഹ മധ്യത്തിൽ എറിഞ്ഞു കൊല്ലും. ആർക്കും ഒരു കാരുണ്യം തോന്നേണ്ടതില്ല എന്നാണ്. ആർക്കും ഒരു കാരുണ്യവും തോന്നേണ്ടതില്ല, ഒരു സിമ്പതിയും തോന്നേണ്ടതില്ല. ആൾക്കൂട്ടത്തിൽ വെച്ച് തന്നെ അവനെ എറിഞ്ഞു കൊന്നേക്കണം എന്ന് കാണാം. അപ്പൊ മാത്രമല്ല, ഇതിന് പരലോകത്തും ശിക്ഷയുണ്ട്. പരലോകത്തും ഇതിന് പ്രത്യേകം ശിക്ഷ പറഞ്ഞിട്ടുണ്ട്. പക്ഷെ അതിലൊക്കെ ഉപരിയായി കാണുന്നത് അള്ളാഹുൽ പങ്കു ചേർക്കുക എന്നുള്ളതാണ്. അതുകൊണ്ട് ശിർക്കിന്റെ അരികത്തും പരിസരത്തും എത്തുമ്പോൾ നമ്മൾ വളരെ ശ്രദ്ധിക്കണം കേട്ടോ. ഞാനൊരു അനുബന്ധം പറയണം, വളരെ ശ്രദ്ധിക്കണം. എന്താ, പച്ചയായി റസൂലുള്ളാഹിനെ യാ റസൂലല്ലാ എന്ന് വിളിക്കുന്ന ആളുകളുണ്ട്. യാ റസൂലല്ലാ എന്ന് തന്നെ വിളിക്കും. പ്രവാചകന്റെ സ്വഹാബത്ത് ആരെങ്കിലും ഒരാള് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങൾക്ക് ശേഷം ആയിഷ റളിയല്ലാഹു അൻഹ ഏകദേശം 40 വർഷം ജീവിച്ചു. എവിടെ? പ്രവാചക തിരുമേനിയുടെ ഖബർ ഇവിടെ, ഒരു വിരി ഇവിടെ, അതിന്റെ അപ്പുറത്ത് അദ്ദേഹം ജീവിച്ചു. ആര്? ആയിഷ റളിയല്ലാഹു അൻഹ ജീവിച്ചു. ഒരു വട്ടമെങ്കിലും എന്തെല്ലാം പ്രയാസം വന്നു. ആയിഷ ബീവി യുദ്ധത്തിന് പുറപ്പെട്ടു. ആർക്കെതിരെ? മരുമകൻ അലി റളിയല്ലാഹു അൻഹുവിനെതിരെ. പക്ഷെ ആ യുദ്ധം നടന്നില്ല. ജമൽ യുദ്ധം വഴിയിൽ വെച്ച് വളരെ ബുദ്ധിപരമായി അലി റളിയല്ലാഹു അൻഹു അടക്കമുള്ളവർ ഇടപെട്ട് മുനാഫിഖീങ്ങൾ ഉണ്ടാക്കിയ കുപ്രചാരണങ്ങളുടെ പദ്ധതികൾ പൊളിച്ച് അവർ തിരിച്ചു വരുന്നൊരു സാഹചര്യം ഉണ്ടായി. അപ്പോൾ പോലും നബിയെ ഞാൻ പോവുക കേട്ടോ, നിങ്ങൾ കാണില്ലേ എന്ന് ചോദിച്ചൊരു വാചകമുണ്ടോ? ഇല്ല സഹോദരന്മാരെ, ഇല്ല. ഒരു ഭയവും നമുക്ക് ആവശ്യമല്ല. പ്രവാചകന്റെ സ്വഹാബത്ത് ആരും അങ്ങനെ ചെയ്തില്ല. ജീവിച്ചിരിക്കണ പ്രവാചകനോട് ചോദിച്ചോ? നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്ക്. പ്രവാചകൻ 70 ആളുകളെ തക്കുവാൻ ഗോത്രങ്ങൾ വന്നിട്ട് ആവശ്യപ്പെട്ടു, ഞങ്ങൾക്ക് ഹിഫ്ള് പഠിപ്പിക്കാനും ഖുർആൻ പഠിപ്പിക്കാനും ഒക്കെ ആള് വേണം. അപ്പൊ ഇസ്ലാം എങ്ങനെ പ്രചരിക്കുന്ന കാലാണ്. പ്രവാചകൻ വലിയ ഗോത്രങ്ങളാണ്, ഒരുപാട് പ്രദേശത്ത് അവർ ചിന്നിച്ചിതറി കിടക്കുന്നുണ്ട്. 70 ഹാഫിളിങ്ങൾ വിട്ടുകൊടുത്തു. കാരണം ഇഷ്ടം പോലെ ഹാഫിളിങ്ങളാണ് പള്ളിയിൽ. ഇറങ്ങി അത്രയും ഖുർആൻ പഠിച്ച 100 കണക്കിന് ഹാഫിളിങ്ങളാണ് പള്ളിയിൽ. അതിൻ്റെയാണല്ലോ ഖുർആന്റെ പ്രത്യേകത. ലോകത്തെ മൊത്തം ഖുർആൻ എല്ലാവരും നശിപ്പിച്ചാലും അടുത്ത നിമിഷം ഖുർആൻ നമുക്ക് റീപ്രൊഡ്യൂസ് ചെയ്യാൻ കഴിയും. അങ്ങനത്തെ ഒരൊറ്റ സാധനം ഖുർആനുള്ളൂ. ഇന്ത്യൻ ഭരണഘടന, US-ന്റെ ഭരണഘടന, ഒരു ഭരണഘടന ഹിഫ്ളാക്കി ആരും ഇവിടെ അല്ല. ഉണ്ടെങ്കിലും അക്ഷരം പഴക്കാതെ പുറത്തു കൊണ്ടുവരാൻ പറ്റൂല. ലോകത്തെ ശതകോടി ഗ്രാമങ്ങളിൽ നിന്ന് വിശുദ്ധ ഖുർആനിനെ റീപ്രൊഡ്യൂസ് ചെയ്യാൻ കഴിയും. അപ്പോ 70 ഹാഫിളിങ്ങൾ പോയി. മഅൂന കിണറിന്റെ അടുത്തെത്തിയപ്പോൾ അവരൊക്കെ കൊന്നു. ഈ പറഞ്ഞേക്കണ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് മനസ്സിലായില്ല, എന്ത്, ഈ കൊണ്ടുപോകുന്ന ആളുകൾ ഇവരെ കൊല്ലാൻ വേണ്ടി കൊണ്ടുപോകുകയാണ്. പ്രവാചക തിരുമേനിക്ക് അദൃശ്യ കാര്യങ്ങൾ മനസ്സിലാക്കാനുള്ള കഴിവുണ്ടായിരുന്നില്ല. അള്ളാഹിനെ പോലെ അദൃശ്യ കാര്യങ്ങൾ അറിയുന്നവരുന്ന ഔലിയാക്കളാണ് നമ്മുടെ നാട്ടിൽ ഇപ്പോൾ ഉള്ളത്. അത് വിചാരിച്ചിട്ടാണ് മനുഷ്യന്മാരെ അത്തരം കേന്ദ്രങ്ങളിലേക്ക് പലപ്പോഴും പോണതും. അവിടെ ചെന്നപ്പോ കൊന്നു, അല്ലേ? ദൂതന്മാരെ, ഒരു ദൂതനെ പറഞ്ഞേച്ച് ആ ദൂതൻ കൊല ചെയ്യപ്പെടുന്ന സമയത്ത് ആ ദൂതൻ പ്രവാചകന്റെ ദൂതനായി പോയ വ്യക്തി പ്രാർത്ഥിക്കണമെന്ന്, നബിയെ എന്നെ ഇവർ കൊല്ലാൻ പോവുകയാണ്, രക്ഷിക്കണേന്നാണോ? അല്ല, അല്ലാഹുമ്മ ഖബർ അന്നാ നബിയക്, പടച്ചോനെ ഞങ്ങളെ നബിക്ക് ഞങ്ങളുടെ ഈ അവസ്ഥ നീ അറിയിച്ചു കൊടുക്കണം. നീ അറിയിച്ചു കൊടുക്കാതെ പ്രവാചകന് ഇത് മനസ്സിലാവില്ല.
അത്ര ക്രിസ്റ്റൽ ക്ലാരിറ്റി ഉള്ള വിഷയമാണ്. അപ്പൊ അങ്ങനെ അത് പഠിപ്പിക്കാനാണ് ലക്ഷക്കണക്കിന് അമ്പിയാക്കൾ എല്ലാ നാട്ടിലും വന്നത്. അങ്ങനത്തെ ഒരു വിഷയം അത് പഠിക്കാതെ അത് അശ്രദ്ധമായി അത് പലയിടത്തും വരും. ഇതര മത ആഘോഷങ്ങളുമായി ബന്ധപ്പെട്ടത് വരും, നമ്മുടെ സാമൂഹിക സംവിധാനങ്ങളുമായി ബന്ധപ്പെട്ടത് വരും. അപ്പോ നാം നിലനിൽക്കുന്ന സമൂഹത്തിലെ കണൽക്കട്ടകളെ സൂക്ഷിച്ചുകൊണ്ടും വിഷയങ്ങളെ ശ്രദ്ധാപൂർവം കൈകാര്യം ചെയ്തുകൊണ്ടും വിവേകപൂർവം വിഷയങ്ങളിൽ ഇടപെട്ട് നിലപാടുകളിൽ നിലനിന്ന് ഉറച്ചു നിന്ന് പോകാൻ നമുക്ക് കഴിയുക എന്നുള്ളത് പ്രധാനമാണ്. കാരണം ശിർക്കിന്റെ കാര്യത്തിൽ ഒരു കോംപ്രമൈസും പഠിച്ചവനില്ല. അത് പറ്റിപ്പോയാൽ ഇസ്തിഗ്ഫാർ നടത്താത്തോളം കാലം ആരായിട്ടും കാര്യമില്ല. ഇബ്രാഹിം നബി അലൈഹി സ്വലാമിന്റെ വാപ്പയായിട്ടും കാര്യമില്ല. നരകത്തിലേക്ക് അദ്ദേഹം ഉതിർന്നു വീഴുന്നത് അദ്ദേഹത്തിന് ഇബ്രാഹിം നബി അലൈഹി സ്വലാമക്ക് കാണേണ്ടി വന്നു എന്നാണ്. അബൂ ത്വാലിബ് പ്രവാചകൻ എല്ലാ നിലക്കും സഹായിച്ച ആളാണ്, അല്ലേ? അബൂ ത്വാലിബ് എല്ലാ നിലക്കും സഹായിച്ച ആളാണ്. അബൂ ത്വാലിബിനാണ് നരകത്തിൽ ഏറ്റവും ചെറിയ ശിക്ഷ. എന്താ? 2 ചെരുപ്പ് ധരിപ്പിക്കപ്പെടുന്നതാണ്. ആ ചെരുപ്പ് കാലിലിട്ടാൽ തലയിൽ നിന്നിങ്ങനെ തീക്കണലുകൾ പൊട്ടിത്തെറിക്കുമെന്ന് പിന്നെ നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിച്ചു. അതുകൊണ്ടാണ് അദ്ദേഹം മരിച്ചപ്പോൾ പ്രവാചകൻ കരഞ്ഞുപോയത്. 3 വർഷം പ്രവാചകൻ മക്കയിൽ നിന്ന് ബഹിഷ്കരിക്കപ്പെട്ടപ്പോ അബൂ ത്വാലിബും പ്രവാചകന്റെ കൂടെ ആ മലയടിവാരത്തിൽ പോയി പകലിന്റെ ചൂടിനെയും രാത്രിയുടെ തണുപ്പിനെയും അവഗണിച്ചുകൊണ്ട് നിന്നു. ഒക്കെ ചെയ്തിട്ടുണ്ട്. പക്ഷെ ശിർക്ക് സംഭവിച്ചു. ശിർക്കുള്ള വ്യക്തി 1000 കോടി ദാനധർമ്മങ്ങൾ നിർവഹിച്ച വ്യക്തിയായിട്ടും കാര്യമല്ല. അയാളെ സംബന്ധിച്ചിടത്തോളം അയാൾക്കത് നഷ്ടപ്പെടും എന്നാണ്. അപ്പൊ ഇവിടെ കബായിറായിട്ടായിരുന്നു ഞങ്ങൾ പരിഗണിച്ചത് എന്നുള്ള പോയിന്റിന്റെ അനുബന്ധം പറഞ്ഞതായിരുന്നു ഞാൻ ഈ വിഷയം. നോക്കൂ, നിങ്ങൾ വൻപാപങ്ങളെ പോലെ കണ്ടു. ഒരാളെങ്ങനെ കുത്തിപ്പറയാ, ആക്ഷേപിച്ചു പറയാ, അയാളെങ്ങനെ തെറി വിളിക്കുക, ചീത്ത വിളിക്കുക, ഇതൊക്കെ അയാളെ കൊല്ലണീന് തുല്യാണെന്ന് പറഞ്ഞ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ സ്വഹാബി പറയാണ്. അതുകൊണ്ട് തന്നെ ഞങ്ങൾ അത് വൻപാപങ്ങളിൽ എണ്ണിയാണ് പരിഗണിച്ചിരുന്നത്. ഇനി ശാപങ്ങൾ മടങ്ങി വരുന്നതാണ്. ഇതൊന്നൊരിക്കലും ശരിയാവില്ലടാ, ചക്ക നശിക്കോടാ ഇങ്ങനെ വളരെ ശാപവാക്ക് പറയാണ്. ആ ശാപവാക്കൻ അയാൾ അർഹനല്ലെങ്കിൽ, ആ വ്യക്തി ഒരു തെറ്റ് ചെയ്തിട്ടില്ലെങ്കിൽ, വെറുതെ ഊഹത്തിന്റെ അടിസ്ഥാനത്തിൽ വർത്താനം പറഞ്ഞ മനുഷ്യന്മാരുണ്ട്. വെറുതെ ഊഹത്തിന്റെ പേരിൽ വേറുള്ള നെഞ്ചത്തേക്ക് വണ്ടിയേറ്റുന്ന ടീം വീടുകളിലുണ്ടാകും, സംഘടനകളിലുണ്ടാകും, കുടുംബ സംവിധാനത്തിലുണ്ടാകും, പഠിക്കണ സ്ഥാപനങ്ങളിലുണ്ടാകും, ജോലി സ്ഥലങ്ങളിലുണ്ടാകും. മൂക്കുമ്മലായിരിക്കും ചുണ്ടി. അപ്പൊ എന്തെങ്കിലും ഒന്നും കണ്ടാൽ ഓൻ ചെയ്തതായിരിക്കും, ഇവൻ ചെയ്തതായിരിക്കും എന്ന് പറഞ്ഞിട്ട് അങ്ങോട്ട് കൈകാര്യം ചെയ്യും. മനസ്സിൽ പോലും വിചാരിക്കാത്ത കാര്യങ്ങൾ ആക്ഷേപമായി പറയും. അങ്ങനത്തെ ആളുകളൊക്കെ നല്ലോണം ആലോചിച്ചോളി. എന്താണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ സ്വഹാബത്ത് പറയാ, വഇന്നഹു മൻ ലഅന ശൈഅൻ ലൈസ ലഹു ബിഅഹ്ലിൻ. ഒരാൾ ഒരു കാര്യത്തിൽ ഒരാളെ ശപിച്ചു, അയാൾ ആ ശാപത്തിന് അർഹനല്ലെങ്കിൽ റജഅത്തിൽ ലഅനതു അലൈഹി, ശപിക്കപ്പെട്ടവന്റെ നേരെ അത് വരും. അല്ലേ? എന്താ? അപ്പൊ ഞാന് അള്ളാഹു അല്ലാത്തവരോട് പ്രാർത്ഥിക്കരുത് 100% വിശ്വസിക്കുന്ന ഒരാള്, ഞാൻ ജിന്നിനോട് പ്രാർത്ഥിക്കുന്നുണ്ടെന്ന് ഒരാൾ ഇങ്ങനെ പറഞ്ഞു നടന്നാല് ആ ശാപം എന്ത് ചെയ്യും? മനസ്സിൽ പോലും വിചാരിക്കാത്ത കാര്യം, ജീവിതം സമർപ്പിച്ച മഹാനന്മകൾ, അതിന്റെ പേരിൽ ഇങ്ങനെ ഓരോ ദിവസവും പരിപാടി മുഖാമുഖമൊക്കെ ആയിട്ട് ഇങ്ങനെ പോകുന്ന ആ ടൈപ്പ് ആളുകളൊക്കെ ഒന്ന് ആലോചിക്കണം. നല്ലതാണ്. അത് നേരെ കണ്ട് തിരിച്ചു വരും. തിരിച്ചു വന്നിട്ട് അയാളെ ശിർക്കുകാരനാക്കും, അയാളെ ശിർക്കിലേക്ക് ആപതിപ്പിക്കും, അത് അയാളുടെ വിശ്വാസത്തെ അതിശക്തമായി ബാധിക്കും. അല്ലെങ്കിൽ നീ നന്നാവൂല എന്ന് നാശവാക്ക് പറയുന്ന ആളുടെ ആ ശാപപ്രാർത്ഥന തിരിച്ചു വന്ന് ഈ മനുഷ്യൻ നശിക്കാനും ഈ മനുഷ്യന്റെ ജീവിതത്തെ ബാധിക്കാനും അത് കാരണമാകും, അയാൾ അതിന് അർഹനല്ലെങ്കിൽ. ഇന്നൽ ആബിദ ഇദാ ലഅന ശൈഅൻ. ഒരാൾ വല്ല വസ്തുവിനെയും, ഒരു വ്യക്തിനെ മാത്രമല്ല വസ്തുവിനെയും, ഞാൻ പറഞ്ഞ മൊബൈലും പാത്രവും ചട്ടിയും കലവും ഗ്യാസിന്റെ അടുപ്പും നിത്യജീവിതത്തിലെ വസ്തുക്കളൊക്കെ ഒരുപാട് തവണ ഇത്തരം ശാപവാക്കുകൾക്കും ആക്ഷേപങ്ങൾക്കൊക്കെ വിധേയമാകാറുണ്ട്. ഈ ശൈഅ് പറഞ്ഞാൽ ജീവള്ളിന് മാത്രമല്ല പറയാം, എന്തിനും ഏതിനും ഏത് വസ്തു കേട്ടോ, അതിനെ ശപിച്ചാൽ സുഅദത്തിൽ ലഅനതു ഇല സമാ, ഈ ശാപവാക്ക് ഇങ്ങനെ ആകാശത്തേക്ക് കയറും. അങ്ങനെ ഫതഗല്ലഖ അബ്വാബുസ് സമാ, ആകാശ കവാടങ്ങൾ കൊട്ടിയടക്കപ്പെടും. ദൂനഹ, അതിനെ സ്വീകരിക്കൂല, ശാപവാക്ക് അങ്ങോട്ട് മേലേക്ക് വേണ്ട. അപ്പൊ എന്ത് ചെയ്യും? സുമ്മ യഹ്ബിതു ഇലൽ അർളി, അത് ഭൂമിയിലേക്ക് വരും. അപ്പൊ ഭൂമിയും അതിന്റെ വാതിലുകൾ കൊട്ടിയടക്കും. പിന്നെ അത് ഇടത്തോട്ടും വലത്തോട്ടും ഒക്കെ പോകും. അങ്ങനെ അവസാനം റജഅത്ത് ഇലല്ലദി ലഅൻ, ഈ ശാപവാക്ക്, ശപിക്കപ്പെട്ട ഈ വാക്ക് അത് ആ വ്യക്തിക്ക് അർഹമല്ലെങ്കിൽ ആ വ്യക്തിയെ ബാധിക്കാതെ അവന്റെ അടുത്ത് അത് പോയിട്ട് അത്
അഭയം തേടും അവസാനം അത് പറഞ്ഞ ആളുടെ അടുത്തേക്ക് തന്നെ അത് തിരിച്ചു വരുമെന്ന് നബി കരീം സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നമ്മളെ പഠിപ്പിക്കുകയാണ്. ഇനി നിങ്ങൾ നോക്ക്, ഇത് ഈമാനിന് കുറച്ചിലാണ് എന്നാണ്. ലൈസൽ മുഅ്മിൻ ബിത്തആൻ വലൽ ലഅൻ വലൽ ഫാഹിഷ്. വിശ്വാസിയുടെ സ്വഭാവത്തിൽ തന്നെ പെട്ടതല്ല കുത്തുവാക്കുകൾ ഇങ്ങനെ പറയാം. എവിടെ കിട്ടിയാലും തോണ്ടി കുത്തിയൊക്കെ പറയാം. ഇതൊക്കെ വീടുകളിലൊക്കെ സ്ഥിരം ഉണ്ടാണ്. പറയാനുള്ള കാര്യം നേരിട്ട് പറഞ്ഞാൽ പോരെ. അതിന് പകരം അങ്ങോട്ടൊന്ന് ക്യാരംസ് അടിച്ച് ഇങ്ങോട്ടൊന്നാക്കും, അല്ലേ? അങ്ങോട്ടൊന്ന് ക്യാരംസ് അടിച്ച് ഇങ്ങോട്ടൊന്നാക്കും. മറ്റോനെ ഇങ്ങനെ 30,000 റുപ്യ വാപ്പാൻ്റെ അടുത്ത് കൊണ്ടുവന്ന് കൊടുത്തോലോ, അപ്പൊ ഇവന് 2 മാസമായിട്ട് പൈസ ഒന്നും കൊടുത്തിട്ടുണ്ടാവില്ല. അല്ലെങ്കിൽ വാപ്പാനെ പറ്റിയിട്ട് എത്ര വാപ്പാരുണ്ട്, അല്ലേ? അല്ലെ ഓന്റെ വാപ്പ അങ്ങനെയാണ്, അല്ലെ ഓന്റെ അമ്മ ഇങ്ങനെയാണ്, അല്ലെ ഓൾ ഇങ്ങനെയാണ് കാട്ടിയത്. ഇങ്ങനത്തെ ഈ ജാതി ഇത് ഖുർആൻ വളരെ ഗൗരവത്തിൽ തന്നെ ഈ വിഷയം പറഞ്ഞിട്ടുണ്ട്. നോക്കൂ നിങ്ങൾ, നമുക്ക് വളരെ കൃത്യമായി പറയാൻ സാധിക്കും. വൈലല്ലി കുല്ലി ഹുമസത്തിൽ ലുമസ എന്നുള്ള സൂറത്ത്, അതിന്റെ തഫ്സീർ നിങ്ങളൊന്ന് എടുത്ത് വായിച്ചു നോക്ക്. ഹുമസയും ലുമസി എന്താണെന്ന്. ഒന്ന് ആംഗ്യം കൊണ്ടുള്ള കുത്തിപ്പറയലാണ്, രണ്ടാമത്തതോ നാവ് കൊണ്ടുള്ള കുത്തിപ്പറയലാണ്. എന്താ ആംഗ്യം കൊണ്ടുള്ള കുത്തിപ്പറയല്? ഒരാളെ തൊള്ളന്റെ കോലോ നാവിന്റെ കോലോ മൂക്കിന്റെ കോലോ ഒക്കെ ഒന്ന് ഇങ്ങനെ ഉണ്ടാക്കിയാല് ഒരാള് അപമാനിതനാകണമെങ്കിൽ അത് മതിയല്ലോ. 10 ആളെ ചിരിപ്പിച്ചിട്ടുണ്ടാവും, ഭയങ്കര സംഭവമായിരിക്കും. പക്ഷേ പരലോകത്ത് അക്കൗണ്ടിൽ മാർക്ക് രേഖപ്പെടുത്തിയത് വേറെ നിലക്കായിരിക്കും. അതുകൊണ്ട് നമ്മൾ വളരെ ശ്രദ്ധ കാണിക്കേണ്ട ഒരു മേഖലയാണിത് എന്ന് തന്നെ പറയാം. വിശ്വാസിയുടെ ഗുണമല്ല ഇത്. മാത്രമല്ല, ഇവൻ ഒരിക്കലും സിദ്ദീഖീങ്ങളിൽ എണ്ണപ്പെടുകയില്ല എന്നാണ്. ഷഹാദത്ത് കലിമയുടെ പൂർണ്ണമായ നന്മക്ക് സാക്ഷി നിന്നവൻ എന്ന് വിശേഷിപ്പിക്കപ്പെടുന്ന സിദ്ദീഖീങ്ങളിൽ ഒരിക്കലും ഒരു സിദ്ദീഖിന്റെ സ്ഥാനത്തുള്ള വ്യക്തി, അള്ളാഹുവിന്റെ അടുത്ത് പല സ്ഥാനമുണ്ട്, മുഅ്മിൻ, മുഖ്ലിസ്, മുത്തഖി, അല്ലെ? അങ്ങനെ ഒരുപാട് സ്ഥാനങ്ങളുണ്ട്. അതിൽപ്പെട്ടൊന്നാണ് സിദ്ദീഖ്, ഷഹീദ് എന്നൊക്കെ പറയണത്. അങ്ങനത്തെ ഒരു വ്യക്തി ഒരിക്കലും ലഅനാവുകയില്ല എന്ന് നബി കരീം സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിച്ചു. മാത്രല്ല, പ്രവാചകൻ ഒരിക്കലും ശപിക്കപ്പെട്ടതിന്റെ കൂടെ പോയിട്ടില്ല എന്നാണ്. വംറഅതു മിനൽ അൻസാർ അലാ നാഖത്തിൻ ഫലഅനത്ഹാ. പ്രവാചകന്റെ കൂടെ യാത്ര ചെയ്തിരുന്ന ഒരു അൻസാരി സ്ത്രീ, അവര് ഒട്ടകപ്പുറത്തിരുന്ന് ആ ഒട്ടകത്തെ ശപിച്ചു. ഇതെന്തൊരൊട്ടകാണത് എന്നുള്ള നിലക്ക്, വളരെ മോശമായ നിലക്ക് ആ ഒട്ടകത്തെ ശപിച്ചപ്പോ പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, ആ ഒട്ടകത്തിന്റെ ഖുദുമ അലൈഹ, ഒട്ടകത്തിന്റെ പുറത്തുള്ള സാധനങ്ങളെ കൊണ്ട് എടുത്തോളൂ. വദഊഹ, നിങ്ങൾ അതിനെ ഒഴിവാക്കുക. ഫഇന്നഹ മൽഊന, അത് ശപിക്കപ്പെട്ടതാണ്. ശപിക്കപ്പെട്ട സാധനം കൊണ്ട് എന്റെ കൂടെ വരരുത്, ശപിക്കപ്പെട്ട സാധനം കൊണ്ട് എന്റെ കൂടെ വരരുത് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിച്ചു. അങ്ങനെ ഉമർ പിന്നെ പറയാണ്, അന്ന അറാഹ തംശി ഫിന്നാസി, ജനങ്ങളുടെ കൂടെ പിന്നെ ആ സ്ത്രീ ഇങ്ങനെ നടന്നു പോകുന്നത് എനിക്ക് കൃത്യമായി കാണാമായിരുന്നു. ആ സ്ത്രീ പ്രവാചകൻ പറഞ്ഞതുപോലെ ആ ഒട്ടകത്തെ ഉപേക്ഷിച്ചു. നമ്മളാണെങ്കിലോ എത്ര 1000 റുപ്യേന് വേണം, എന്ത് പിരാന്തങ്ങൾ പറയണോ ഇപ്പൊ, അല്ലേ? പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞാൽ പിന്നെ അവർക്ക് ആ വാക്കിലൊരു വ്യത്യാസമില്ല. കാരണം പ്രവാചകൻ പറയുന്നത് വഹ്യുകളാണ്. അതുകൊണ്ട് തെളിവിന്റെ കാര്യത്തിൽ ഖുർആനിന്റെ സ്ഥാനത്തത് നിൽക്കുന്നു എന്ന് തന്നെ നമുക്ക് ഉറപ്പിച്ചു പറയാൻ സാധിക്കും. ഇനി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഇത്തരം ചില കാര്യങ്ങൾ ചെയ്തപ്പോൾ, ശത്രുവിനെ സംബന്ധിച്ച് ശത്രു 70ഓളം പ്രവാചകന്റെ സ്വഹാബിമാരെ കൊന്നുകളഞ്ഞപ്പോൾ പ്രവാചകൻ അവർക്കെതിരിൽ രൂക്ഷമായ പ്രാർത്ഥന നടത്തി. അപ്പൊ പ്രവാചകന്റെ കാര്യത്തിൽ അള്ളാഹ് ഇടപെടൽ, ലൈസ ലക മിനൽ അംരി ശൈഉൻ ഔ യതൂബ അലൈഹിം ഔ യുഅദ്ദിബഹും ഫഇന്നഹും ളാലിമൂൻ. എന്താ നബി അങ്ങനെ പറയണ്ട, അങ്ങനെ അവരെ ആക്ഷേപകരമായ പ്രാർത്ഥന അവർക്കെതിരിൽ നടത്തേണ്ട. ഒന്നുകിൽ അവർ തൗബ ചെയ്യട്ടെ, അല്ലെങ്കിൽ അവർ ശിക്ഷിക്കപ്പെടട്ടെ. അവർ തെറ്റുകാരാണെന്നുള്ളതിൽ സംശയമല്ല എന്നാണ്. ഇതെന്തിനാ അങ്ങനെ പറഞ്ഞത്? 70 ആളെ കൊന്നുകളഞ്ഞ ആളുകളുടെ കാര്യത്തിൽ വർത്താനം പറഞ്ഞപ്പോൾ പോലും അവിടെ കാണിക്കേണ്ടുന്ന ഒരു അവധാനതയെക്കുറിച്ചും പക്വതയെക്കുറിച്ചും സൂക്ഷ്മതയെക്കുറിച്ചുമാണ് പറഞ്ഞത്, അല്ലെ? ഓരോരുത്തരെയും പേരെടുത്ത് പ്രവാചകൻ രൂക്ഷമായി പറഞ്ഞു. അപ്പോ അവിടെ പോലും പ്രവാചക തിരുമേനിയെ നിയന്ത്രിക്കുന്നുണ്ടെങ്കിൽ നമ്മളെ സംസാരം വളരെ ശ്രദ്ധാപൂർവം വേണമെന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയമല്ല. മാത്രല്ല, മുശ്രിക്കുകളെടുത്ത് ദ്രോഹം കിട്ടുമ്പോൾ അവർക്കെതിരിൽ പ്രാർത്ഥിക്കാൻ പറയുമ്പോൾ പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അവരോട് പറയുന്നതറിയോ? ഇന്നി ലം, ഞാനൊരിക്കലും ലഅനായിട്ടല്ല, ഞാനൊരു ശാപപ്രാർത്ഥന നടത്തുന്ന ആളായിട്ടല്ല നിയോഗിതനായിട്ടുള്ളത്. ഇന്നമാ ബുഇസ്തു റഹ്മതൻ, ഞാൻ
കാരുണ്യത്തിന്റെ ഒരാളായിട്ടാണ് നിയോഗിക്കപ്പെട്ടിട്ടുള്ളത്. അതുകൊണ്ട് എന്നോട് നിങ്ങൾ ഇങ്ങനെ വന്ന് അവർക്കെതിരെ പ്രാർത്ഥിക്കാൻ പറയല്ലേ എന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയാറുണ്ടായിരുന്നു എന്ന് നമുക്ക് കാണാൻ കഴിയും. അതുകൊണ്ട് കാര്യങ്ങളെ സൂക്ഷ്മതയോടെ കാണാൻ പ്രത്യേകം ശ്രദ്ധിക്കുക. അള്ളാഹു അനുഗ്രഹിക്കുക. അൽഹംദുലില്ലാഹ് വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹി വഅലാ ആലിഹി വസ്ഹബിഹി അജ്മഈൻ അമ്മാ ബഅദ്. സൃഷ്ടാവും സംരക്ഷകനുമായ റബ്ബിനെ ജീവിതത്തിന്റെ എല്ലാ മേഖലയിലും സൂക്ഷിക്കണേ എന്നൊരിക്കൽ കൂടി ഉണർത്തുകയാണ്, ഉത്ബോധിപ്പിക്കുകയാണ്. ഞാനിവിടെ ഓതി വെച്ചിരുന്ന ആയത്ത്, വിശ്വാസികൾ ഇത്തഖുല്ലാഹ്, നിങ്ങൾ അതന്നെ സൂക്ഷിക്കണം. വഖൂലു ഖൗലൻ സദീദ, നിങ്ങൾ ശരിയായ രീതിയിൽ, സദീദായ രീതിയിൽ നിങ്ങൾ സംസാരിക്കണം. അങ്ങനെ ആവുമ്പോൾ യഗ്ഫിർ ലക്കും ദുനൂബക്കും, നിങ്ങളുടെ പാപം നിങ്ങൾക്ക് പുറത്തു കിട്ടും. ലഖൂലു ഖൗലൻ സദീദ, നിങ്ങൾക്ക് നിങ്ങളുടെ പാപങ്ങൾ പുറത്തു കിട്ടുന്ന ഒരു സാഹചര്യം ഉണ്ടാകും എന്ന് വിശുദ്ധ ഖുർആൻ പറയാണ്. അപ്പോൾ സംസാരം എങ്ങനെ ആവണം എന്ന വിഷയത്തിൽ ഇത്രയും കണിശവും കൃത്യവുമായ ഒരു സമീപന രേഖ ഇസ്ലാമിനെ പോലെ മറ്റാരും പഠിപ്പിച്ചിട്ടില്ല എന്നുള്ള കാര്യം നമുക്കറിയാം. പറയണം, ഞാൻ ഉൾപ്പെടെ നമ്മളൊക്കെ ഇത്തരം വിഷയങ്ങളിൽ ഒരുപാട് മുന്നോട്ട് വരാനുണ്ട്. അത് ബോധപൂർവമായ പരിശീലനത്തിലൂടെ മാത്രമേ അത് കിട്ടുള്ളൂ. നല്ലോണം പ്രാർത്ഥിക്കുക, നിരന്തരം ശ്രദ്ധിക്കുക, നിരന്തരം ശ്രമിക്കുക. അപ്പം എന്ത് ചെയ്യും, നമുക്ക് നമ്മുടെ ഇത്തരം കാര്യങ്ങളെ മെച്ചപ്പെടുത്താൻ സാധിക്കും. നമുക്കൊരു അധികാരമോ സ്വാധീനമോ നിയന്ത്രണമോ ഒക്കെ ഉള്ള ആളുകളോടാണ് പൊതുവെ നമ്മൾ ഇങ്ങനെ സംസാരിക്കുക. ആരോടാണ് സംസാരിക്കുക? നമുക്കൊരു നമ്മളെക്കാളും വലിയൊരാളോട് പൊതുവെ എങ്ങനെ പറയില്ല. അതിങ്ങനെ ഒറ്റയ്ക്ക് പെറുപെറുത്ത് പറയുന്നുണ്ടാവും, വളരെ പബ്ലിക്കായിട്ട് പറയില്ല. അപ്പൊ അങ്ങനത്തെ ഒരു പോയിന്റ് എടുത്താൽ തന്നെ അങ്ങനത്തെ സ്ഥലത്ത് സംസാരിക്കുമ്പോൾ ആ സംസാരത്തെ ശ്രദ്ധിച്ചാൽ തന്നെ അത് ക്ലിയർ ആകും. രണ്ടാമത്തെ ഒരു കാര്യം, നമുക്കൊരാളോടൊരു കാര്യം പറയാനുണ്ടെങ്കിൽ അത് കോപത്തിന്റെ സമയത്ത് പറയാതിരിക്കുക എന്നുള്ളത് വളരെ പ്രധാനമാണ്. കോപത്തിന്റെ സമയത്ത് പറഞ്ഞാൽ ചില കാര്യങ്ങൾക്ക് നമുക്ക് നിയന്ത്രണം കിട്ടിക്കൊള്ളുന്നില്ല. അയാൾക്കും കൂടി ബോധ്യപ്പെടുന്ന ഒരു ഇടം, പറയുന്ന ഇടം, സംസാരിക്കുന്ന ഇടം, ഇതൊക്കെ പ്രധാനമാണ്. അത്തരം കാര്യങ്ങൾ നമ്മുടെ ഓരോരുത്തരുടെയും ശ്രദ്ധയിൽ ഉണ്ടാവണമെന്ന് ഈ ഒരു സന്ദർഭത്തിൽ പ്രത്യേകം ഉണർത്തുകയാണ്. നമ്മളെപ്പോഴും പറയാറുള്ളത് പോലെ ഈ ജുമുഅ എന്ന് പറയുന്നത് വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം, പുരുഷനെ സംബന്ധിച്ചിടത്തോളം ഫർളായ ഒരു കാര്യമാണ്. സ്ത്രീയെ സംബന്ധിച്ചിടത്തോളം പുണ്യകരമായ ജായിസായ ഒരു നന്മയാണ്. അപ്പോ ഈ ഒരു ദിവസം കുറച്ചും കൂടി നമ്മളൊന്ന് വ്യക്തിപരമായി ക്രമീകരിക്കുക എന്നുള്ളത് പ്രധാനമാണ്. വ്യക്തിപരമായി ക്രമീകരിച്ച് കുറച്ചും കൂടി സമയം പാലിക്കുന്നിടത്ത് ശ്രദ്ധിച്ചിട്ടില്ലെങ്കിൽ ജുമുഅ ഉണ്ടാവില്ല. ജുമുഅ കിട്ടാത്ത ഒരു സാഹചര്യം വരും. മനുഷ്യന്മാർക്ക് ഈ ദിവസം പറയുന്ന കാര്യങ്ങൾ മനസ്സിലാകണം എന്നുള്ളതാണ്. മനസ്സിലാവുക എന്നത് ഒരു പ്രധാന വിഷയമായി ജുമുഅന്റെ കാര്യത്തിൽ അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നടത്തിയ പ്രഭാഷണങ്ങളിൽ നിന്ന്, ഖുത്ബകളിൽ നിന്ന് എന്ത് ചെയ്തിട്ടുണ്ട്, പിന്നെ മുൻഗാമികൾ അങ്ങനെ തന്നെ അതിനെ പഠിപ്പിച്ചിട്ടുണ്ട്. അറബിയിൽ ഖുത്ബ നടത്തുന്ന ആളുകളോട് പോലും അറബിയിൽ അമിതമായ സാഹിത്യ പ്രയോഗങ്ങൾ ആകരുത് എന്ന് പറഞ്ഞത് കാണാൻ പറ്റും. അപ്പൊ അറബിയിലാവുമ്പോ പിന്നെ അതെന്തായാലും മനസ്സിലാവില്ല എന്നുള്ളത് ഉറപ്പാണല്ലോ. അതുകൊണ്ട് ഖുത്ബ കേൾക്കണം, മനസ്സിലാക്കണം എന്നൊക്കെയുള്ള നിലക്കാണ് നമ്മളൊക്കെ വരുന്നത്. അപ്പൊ അതൊന്നും കൂടി അതിന്റെ സമയം ശ്രദ്ധിച്ച്, ഇരുത്തം ശ്രദ്ധിച്ച് നമ്മൾ മുന്നോട്ട് പോകണം. ഇരുത്തത്തിന് പ്രാധാന്യമുണ്ട്. താല്പര്യപൂർവ്വം ഇൽമി സദസ്സുകളിൽ മുന്നിലേക്കിരിക്കുന്ന വ്യക്തികളെ അല്ലാഹു കാരുണ്യത്തിന്റെ തിരുനോട്ടം നോക്കുന്നതാണ്. അതിൽ താല്പര്യക്കുറവ് കാണിക്കുന്ന ആളുകളെ എടുത്ത് പടച്ചോന്റെ കാരുണ്യം കുറവുണ്ടാവുന്നതാണ്. അത് അവഗണിക്കണവനോട് പടച്ചോൻ അത് അവഗണിക്കണവനെ പടച്ചോൻ തിരിഞ്ഞു നോക്കൂല എന്നാണ്. അതൊക്കെ നമ്മൾ ഒന്നുകൂടി മനസ്സ് വെച്ച് ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളാണ് എന്ന് ഈ സന്ദർഭത്തിൽ എല്ലാവരെയും ഒരിക്കൽ കൂടി ഉണർത്തുകയാണ്. അള്ളാഹു നമ്മുടെ എല്ലാ സ്വാലിഹായ അമലുകളും സ്വീകരിക്കുമാറാകട്ടെ. നമ്മുടെ ഒരു സഹപ്രവർത്തകന്റെ ഉപ്പ കഴിഞ്ഞ ദിവസം മരണപ്പെട്ടു. അള്ളാഹു അദ്ദേഹത്തിന്റെ ഖബർ വിശാലമാക്കി കൊടുക്കുമാറാകട്ടെ. അദ്ദേഹത്തിന്റെ പാപങ്ങൾ അള്ളാഹു പുറത്തു കൊടുക്കുമാറാകട്ടെ. ലോകത്തെമ്പാടും വേദന അനുഭവിക്കുന്ന ധാരാളം മനുഷ്യരുണ്ട്. അവർക്കൊക്കെ അള്ളാഹു അതിൽ നിന്ന് ആശ്വാസം നൽകുമാറാകട്ടെ. കടക്കെണിയിൽ കുടുങ്ങിയവരുണ്ട്, മക്കളുടെ വിവാഹപ്രായം എത്തിയവരുണ്ട്. എല്ലാവർക്കും അള്ളാഹു ആശ്വാസമുള്ള സുപ്രഭാതങ്ങളെ പ്രദാനം ചെയ്യുമാറാകട്ടെ. നമ്മുടെയൊക്കെ ജീവിതത്തിൽ നമ്മളൊക്കെ അനുഭവിക്കുന്ന രോഗങ്ങൾ, മറ്റു പ്രയാസങ്ങൾ, ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ടാകും. അതിൽ നിന്നെല്ലാം അള്ളാഹു നമുക്ക് ആശ്വാസവും ശമനവും നൽകുമാറാകട്ടെ. അവന്റെ മുഅ്മിനുകളിൽ, മുഖ്ലിസുകളിൽ, മുത്തഖീങ്ങളിൽ അവൻ നമ്മൾ ഉൾപ്പെടുത്തുമാറാകട്ടെ. ഗസയിലെ, ഫലസ്തീനിലെ, ഖുദ്സിന്റെ മണ്ണിലെ പോരാട്ടങ്ങൾക്ക് അള്ളാഹു കൂടുതൽ കരുത്തിനെയും ശക്തിയെയും പ്രദാനം ചെയ്യുമാറാകട്ടെ. അവരുടെ നാട് മോചിക്കപ്പെടുന്ന, ഖുദ്സ് പൂർണ്ണമായ ആരാധനകൾക്കും സ്വാതന്ത്ര്യങ്ങൾക്കും ലഭിക്കുന്ന നാളുകളിൽ ജീവിക്കാനുള്ള തൗഫീഖ് അള്ളാഹു നമുക്ക് നൽകുമാറാകട്ടെ. അല്ലാഹുമ്മ ഗ്ഫിർ ലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത്, അല്ലാഹുമ്മ അഇസ്സൽ ഇസ്ലാം വൽ മുസ്ലിമീൻ വഅദിൽ ശിർക വൽ മുശ്രിക്കീൻ,
ربنا آتنا في الدنيا حسنة وفي الآخرة حسنة ربنا وقنا عذاب النار آمين آمين برحمتك يا أرحم الراحمين والحمد لله رب العالمين.